അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹീമിലെ 1 മുതൽ 36 വരെയുള്ള ആയത്തുകളാണ് നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ 2 ആയത്തുകളിൽ മഹാനായ ഇബ്രാഹീം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നടത്തിയ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില പ്രാർത്ഥനകളാണ് നാം മനസ്സിലാക്കിയത്. ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടാനും മക്ക എന്ന രാജ്യത്തിന് നിർഭയത്വമുണ്ടാകുവാനുമൊക്കെ അദ്ദേഹം ദുആ ചെയ്തു. അദ്ദേഹത്തെയും സന്താനങ്ങളെയും വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. വിഗ്രഹാരാധന അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ, ഷിർക്ക്, ഇതൊക്കെ മനുഷ്യരെ വഴിതെറ്റിക്കുന്നതിനെ സംബന്ധിച്ചും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി. വീണ്ടും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറ്റു ചില പ്രാർത്ഥനകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് ആ ആയത്തുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയ്യതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء. الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق إن ربي لسميع الدعاء. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار مهطعين مقنئي رؤوسهم لا يرتد إليهم طرفهم مهطعين مقنعي رؤوسهم لا يرتد إليهم طرفهم وأفئدتهم هواء. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും ദുആ ചെയ്യുകയാണ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ റബ്ബേ, ഇന്നി തീർച്ചയായും ഞാൻ അസ്കൻതു താമസിപ്പിച്ചിരിക്കുന്നു. അസ്കന എന്ന് പറഞ്ഞാൽ മസ്കൻ നൽകുക,
താമസം നൽകുക, താമസിപ്പിക്കുക. അസ്കന യുസ്കിനു ഇസ്കാനൻ, താമസിപ്പിക്കുക. അസ്കൻതു, ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. മിൻ ദുർരിയതി, എൻ്റെ സന്താനങ്ങളിൽ നിന്ന്, എൻ്റെ സന്താനങ്ങളിൽ നിന്ന്. എവിടെ താമസിപ്പിച്ചിരിക്കുന്നു? ബിവാദിൻ, ഒരു താഴ്വാരത്തിൽ. എന്താണ് ആ താഴ്വാരത്തിൻ്റെ പ്രത്യേകത? ഗൈരി ദി സറഇൻ, അവിടെ കൃഷിയില്ല. സറ എന്ന് പറഞ്ഞാൽ കൃഷി, സൂ സറ എന്ന് പറഞ്ഞാൽ കൃഷിയുള്ള സ്ഥലം. അപ്പോൾ ഗൈരി ദി സറ എന്ന് പറഞ്ഞാൽ കൃഷിയില്ലാത്ത ഒരു താഴ്വാരം, അവിടെയാണ് ഞാൻ താമസിപ്പിച്ചിട്ടുള്ളത്. ഇൻദ ബൈതിക്കൽ മുഹറം, അതെവിടെയാണ്? ഇൻദ ബൈതിക്, നിൻ്റെ വീടിൻ്റെ അടുത്ത്, കഅബാലയത്തിൻ്റെ അടുത്ത്, മസ്ജിദുൽ ഹറമിൻ്റെ അടുത്ത്. അതാണ് ഇൻദ ബൈതിക്കൽ മുഹറം, മസ്ജിദുൽ ഹറാമിൻ്റെ അടുക്കൽ. മുഹറം എന്ന് പറഞ്ഞാൽ ഹറാം, പരിപാവനമായത്, പവിത്രമായത്. അപ്പോൾ പവിത്രമാക്കപ്പെട്ട നിൻ്റെ വീടിൻ്റെ അടുത്ത്, നിൻ്റെ ഭവനത്തിൻ്റെ അടുത്ത് കൃഷിയില്ലാത്ത ഈ ഒരു താഴ്വാരത്തിൽ എൻ്റെ മക്കളിൽ നിന്ന് ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലിയുഖീമു സ്വലാത്ത, അവർ നമസ്കാരം നിലനിർത്തുവാൻ വേണ്ടി. അഖാമ യുഖീമു, ഇഖാമത്തൻ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക. ഇഖാമത്തു സ്വല എന്ന് പറഞ്ഞാൽ നമസ്കാരം നിലനിർത്തുക. ലി യുഖീമു സ്വല എന്ന് പറഞ്ഞാൽ നമസ്കാരം അവർ പതിവായി നിർവഹിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഫജഅൽ, നീ ആക്കണമേ. ജഅല, ആക്കുക, അതിൻ്റെ കൽപ്പനയാണ്, അല്ലെങ്കിൽ ആവശ്യപ്പെടലാണ്. ഫജഅൽ, റബ്ബേ നീ ആക്കി തീർക്കണമേ. ഫജഅൽ അഫ്ഇദതം മിനന്നാസി, ജനങ്ങളിൽ നിന്ന് ഉള്ളവരുടെ ഹൃദയങ്ങളെ. ഫുആദ് എന്ന് പറഞ്ഞാൽ ഹൃദയം, ഫുആദുൻ ഹൃദയം. അഫ്ഇദത്ത് എന്ന് പറഞ്ഞാൽ ജംആണ്, ബഹുവചനമാണ്, ഹൃദയങ്ങൾ. മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അവരുടെ ഹൃദയത്തെ നീ ആക്കണമേ. എങ്ങനെയാക്കണം? തഹ്വീ ഇലൈഹിം, അവരിലേക്ക് ചായ്വ് കാണിക്കുന്നതായി. തഹ്വീ എന്ന് പറഞ്ഞാൽ ചായ്വ് കാണിക്കുക. ഹവ യഹ്വി ഹുവിയൻ വഹവയാനൻ വഹുവത്തൻ, ഈ വാക്കിൽ നിന്നാണ് നമുക്ക് തഹ്വി എന്ന വേർഡ് കാണുന്നത്. ഹവ യഹ്വി എന്ന് പറഞ്ഞാൽ ചായ്വ് കാണിക്കുക, താഴ്ന്നു വരിക, അതല്ലെങ്കിൽ ചായ്വ് കാണിക്കുക, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ തഹ്വീ ഇലൈഹിം, ജനങ്ങളുടെ ഹൃദയങ്ങളെ അവരിലേക്ക് ചായ്വുള്ളതാക്കി നീ മാറ്റണമേ. വറുസുഖുഹും മിനസ്സമറാത്തി, വറുസുഖുഹും, നീ അവർക്ക് റിസ്ക് നൽകണമേ. റസഖ എന്ന് പറഞ്ഞാൽ റിസ്ക് നൽകുക. യർസുഖു റിസ്ഖൻ. വറുസുഖുഹും, നീ അവർക്ക് റിസ്ക്, ഉപജീവനം നൽകണമേ. എങ്ങനെയുള്ള വിഭവങ്ങളാണ്? മിനസ്സമറാത്തി, സമറത്തുൻ ജംഉ സമറാത്ത്, പഴവർഗ്ഗങ്ങളിൽ നിന്ന്, ഫ്രൂട്ട്സുകളിൽ നിന്ന്. അതേപോലെ തന്നെ പച്ചക്കറികൾക്കും, ഏതൊരു കാർഷിക വിഭവത്തിനും അത് പറയാവുന്നതാണ്. മിനസ്സമറാത്ത്, ഫ്രൂട്ട്സുകൾ, കായ്കനികൾ, പച്ചക്കറികൾ, മറ്റു ധാന്യങ്ങൾ എല്ലാം നീ അവർക്ക് നൽകണമേ. കാരണം കൃഷിയില്ലാത്തൊരു സ്ഥലത്താണല്ലോ അവരെ പാർപ്പിച്ചിട്ടുള്ളത്. ലഅല്ലഹും, അവർ ആയിത്തീരുന്നതാണ്, അല്ലെങ്കിൽ ആയേക്കാം. യഷ്കുറൂൻ, നന്ദി കാണിക്കുന്നവർ. ശക്കറ യഷ്കുറു ശുക്രൻ, നന്ദി കാണിക്കുക. ഇതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറ്റൊരു പ്രാർത്ഥന. നമുക്ക് ഒരൽപ്പം ഈ ആയത്തിനെ വിശദീകരിക്കാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു റബ്ബന. നമ്മൾ പഠിച്ചു എന്തുകൊണ്ടാണ് റുബൂബിയത്തിനെ, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ സൂചിപ്പിക്കുന്ന റബ്ബ് എന്ന ഇസ്മ കൊണ്ടുവരുന്നത്. രക്ഷാധികാരിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ അവൻ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യും. അവനൊരു കാര്യം തീരുമാനിച്ചാൽ അവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെയുള്ള ഹാഫിളാണ്, സംരക്ഷകനാണ്. ആ സംരക്ഷകനെയാണ് വിളിക്കുന്നത്. അതാണ് റബ്ബന അല്ലെങ്കിൽ റബ്ബി എന്നൊക്കെയുള്ള അള്ളാഹുവിൻ്റെ ഇസ്മ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അർത്ഥമാക്കുന്നത്. പിന്നീട് പറയുന്നത് ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, പരിപാവനമായ നിൻ്റെ ഭവനത്തിൻ്റെ അടുക്കൽ കൃഷിയില്ലാത്തൊരു താഴ്വാരത്തിൽ എൻ്റെ സന്താനങ്ങളിൽ നിന്ന് ചിലരെ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു പാഠം നമുക്ക് ലഭിക്കും. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ പശ്ചാത്തലം പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അത് അനുവദിക്കപ്പെട്ടതുമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ടതുമാണ്. നിർബന്ധമല്ല, പക്ഷേ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ അവസ്ഥ വിശദീകരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുമ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത് തൻ്റെ അവസ്ഥകൾ പറഞ്ഞു. ഖാല റബ്ബി ഇന്നി വഹനൽ ആളുമു മിന്നി വഷ്തഅല റഅസു ശൈബ, എൻ്റെ എല്ലുകളൊക്കെ ദുർബലമായി, മുടിയൊക്കെ നരച്ചിട്ടുണ്ട്.
എനിക്ക് ഒരു അനന്തരാവകാശി ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് എനിക്കൊരു സന്താനത്തെ നൽകണമേ. അപ്പോൾ ആ അവസ്ഥ വിശദീകരിക്കുകയാണ്. ഇപ്രകാരം ഒരു വ്യക്തി തൻ്റെ പ്രയാസങ്ങൾ, പരിഭവങ്ങൾ അത് അള്ളാഹുവിനറിയില്ലേ? അറിയാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സന്താനങ്ങളെ താമസിപ്പിച്ച താഴ്വാരത്തെക്കുറിച്ച് അള്ളാഹുവിന് നന്നായിട്ടറിയാം. അവിടേക്ക് ചെല്ലാൻ വേണ്ടി കൽപ്പിച്ചതുപോലും അള്ളാഹുവാണ്. റബ്ബിനറിയാം. എന്നാലും സൃഷ്ടികൾ അവരുടെ പ്രാർത്ഥനകളിൽ അതെടുത്തു പറയുന്നത്, അവരുടെ വിഷമങ്ങൾ, അവർ ഉള്ള നിലവിലുള്ള സാഹചര്യം, അവരുടെ ചുറ്റുവട്ടത്തുള്ള സാഹചര്യം, ഇതൊക്കെ റഹ്മാനായ റബ്ബിനോട് എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് വസീലയാണ്. അതല്ലെങ്കിൽ തവസ്സുലിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ അവസ്ഥകൾ, ചുറ്റുപാടുകൾ പറഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക എന്നുള്ളത് തവസ്സുലാണ്, വസീലയാണ്. നാം ഒക്കെ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ അവസ്ഥകൾ കൃത്യമായി വിശദീകരിക്കുക. അള്ളാഹുവിനത് ഏറ്റവും നന്നായി അറിയാം, നമ്മേക്കാൾ അള്ളാഹുവിനറിയാം. പക്ഷേ നാം അത് ദുആയിലെടുത്ത് പറയുന്നത് വളരെ നല്ല ഒരു പുണ്യകർമ്മമാണ്, വലിയൊരു തവസ്സുലാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടാൻ കാരണമായി തീരുന്നതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ശേഷം നമുക്ക് നോക്കാം, അദ്ദേഹം പറയുന്ന വാക്കുകളിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ട്. അസ്കൻതു മിൻ ദുർരിയത്തി, എൻ്റെ സന്താനങ്ങളിൽ നിന്ന് എന്നാണ് പറഞ്ഞത്. അസ്കൻതു ദുർരിയത്തി എന്ന് പറഞ്ഞില്ല. അങ്ങനെയാകുമ്പോൾ എല്ലാ സന്താനങ്ങളെയും എന്നർത്ഥം കിട്ടും. നേരെ മറിച്ച് അസ്കൻതു മിൻ ദുർരിയത്തി, എൻ്റെ സന്താനങ്ങളിൽ നിന്ന് ചിലരെ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സാറ എന്ന് പറയുന്ന മറ്റൊരു ഭാര്യയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മറ്റു സ്ഥലത്താണുള്ളത്. അപ്പോൾ എല്ലാവരെയുമല്ല, മറിച്ച് ഹാജർ റളിയല്ലാഹു അൻഹയെയും അവരിലൂടെ ഉണ്ടായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുമാണ് എവിടെ താമസിപ്പിക്കുന്നത്? മക്കയിൽ താമസിപ്പിക്കുന്നത്. അല്ലാത്ത കുടുംബം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഫലസ്തീനിലുണ്ടായിരുന്നു. അപ്പോൾ മിൻ ദുർരിയത്തി, എൻ്റെ സന്താനങ്ങളിൽ നിന്ന് ചിലരെ, ബിവാദിൻ, ഒരു താഴ്വാരത്തിൽ. താഴ്വാരം എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾക്കിടയിലുള്ള ഉയരമില്ലാത്ത നിരപ്പായ പ്രദേശം. അതിൽ ചിലത് കാർഷിക യോഗ്യമായതായിരിക്കും, ചിലത് കൃഷിയില്ലാത്തതായിരിക്കും, ചിലയിടങ്ങളിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ടാകും. എന്നാൽ ഈ ഒരു താഴ്വാരത്തിൻ്റെ പ്രത്യേകത, ഈ ഒരു വാദി, അതിൻ്റെ പ്രത്യേകത ഗൈരി ദി സറഇൻ, അവിടെ കൃഷിയില്ല, കാരണം അവിടെ വെള്ളമില്ല. അപ്പോൾ കാർഷിക യോഗ്യമല്ലാത്തൊരു സ്ഥലം, ഇന്ന് കഅബാലയം നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ ചുറ്റിലും നമുക്കറിയാം പർവ്വതമാണ്, പക്ഷേ ആ പർവ്വതത്തിൻ്റെ നടുവിലായിക്കൊണ്ടുള്ള ഒരു താഴ്വാരം, നിരപ്പായ സ്ഥലം, അവിടെയാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സന്താനങ്ങളിൽ നിന്ന്, അഥവാ ഹാജർ റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയെയും താമസിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് അവിടെ പ്രത്യേകം പറയുന്നത് ഇൻദ ബൈത്തിക്കൽ മുഹറം, നിൻ്റെ പരിപാവനമായ ഭവനത്തിൻ്റെ അടുക്കൽ, മസ്ജിദുൽ ഹറാമിൻ്റെ അടുക്കൽ, അല്ലെങ്കിൽ കഅബാലയത്തിൻ്റെ അടുക്കൽ. ഇവിടെ ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? പലർക്കും സംശയമുണ്ടാകാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ സന്താനങ്ങളെ പാർപ്പിക്കുന്ന സന്ദർഭത്തിൽ അപ്പോൾ അവിടെ കഅബാലയമില്ലല്ലോ, പിന്നീടാണല്ലോ അവർ ഇത് പടുത്തുയർത്തുന്നത്. എന്നിരിക്കെ ഇവിടെ എന്തുകൊണ്ടാണ് ഇൻദ ബൈത്തിക്കൽ മുഹറം എന്ന് പറഞ്ഞിട്ടുള്ളത്? അവിടെ പ്രധാനപ്പെട്ട 3 തഫ്സീറുകളാണ്, അല്ലെങ്കിൽ 3 വിവരണങ്ങളാണ് പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ളത്. അതിലൊന്നാമത്തത്, കഅബാലയം എന്നുള്ളത് അതിൻ്റെ ആദ്യ അവസ്ഥ അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയല്ല, മറിച്ച് അതിനു മുമ്പേ തന്നെ ഭൂമിയിൽ അവിടെ ഒരു ഭവനമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വന്ന വലിയ ഒരു പ്രളയം കാരണത്താൽ, അത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലെ പ്രളയമാണ്, അതല്ല മറ്റേതെങ്കിലും ഒരു പ്രളയമോ അതേപോലെയുള്ള ഒരു ദുരന്തം കാരണത്താൽ അത് മണ്ണടിഞ്ഞു പോയതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തറ അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ അസ്ല്, അതിൻ്റെ ഫൗണ്ടേഷൻ നേരത്തെ തന്നെ അവിടെയുണ്ട്. ആ ഫൗണ്ടേഷനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തത്. അവിടേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു കൊണ്ടുവന്നതാണ്. ആ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടാണ് അവർ അതിൻ്റെ ചുമരുകൾ പടുത്തുയർത്തിയിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിൽ വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ എന്ന് പറയുന്ന ആ ഒരു ചുമരുകൾ കെട്ടിയുയർത്തുക എന്നുള്ളത്, അതാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തത്. എന്നാൽ ഫൗണ്ടേഷൻ അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ അടയാളങ്ങളുണ്ടായിരുന്നു. അത് കെട്ടിപ്പടുത്ത് ശക്തിപ്പെടുത്തി വീണ്ടും പുനർനിർമ്മിക്കുകയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന ഒരു അഭിപ്രായമുണ്ട്.
അപ്പോൾ ആദ്യം അതാരാണ് ഉണ്ടാക്കിയത്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണെന്ന് അഭിപ്രായവും അല്ല മലക്കുകളാണ് എന്ന അഭിപ്രായമൊക്കെ ഉണ്ട്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അതാണ് അതിൻ്റെ ഒന്നാമത്തെ തഫ്സീർ. രണ്ടാമത് പറയുന്നത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ഈ കാര്യം പറഞ്ഞു കൊടുത്തു. എന്ത്? ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു വീട് നിർമ്മിക്കണം, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നു വലുതാകട്ടെ, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി മസ്ജിദുൽ ഹറാം പടുത്തുയർത്തണം, കഅബാലയം ഉണ്ടാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ വഹിയായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലത്താണ് ബൈത്തുൽ ഹറാം ഉണ്ടാവുന്നത് എന്ന് ഇബ്രാഹിം നബിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇൻദ ബൈത്തിക്കൽ മുഹറം എന്ന് പറഞ്ഞത്. അവിടെ ഓൾറെഡി ഇല്ലെങ്കിലും അവിടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് എന്നതാണ് രണ്ടാമത് ഉള്ള അഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം, ഈ പ്രാർത്ഥന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിക്കുന്നത്, ഇതിൽ വന്നിട്ടുള്ള വ്യത്യസ്ത പ്രാർത്ഥനകളൊക്കെ തന്നെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന കഅബാലയം പടുത്തുയർത്തിയതിന് ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ നടത്തിയ പ്രാർത്ഥനയാണ്. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അവിടെ താമസിപ്പിച്ചതിന് ശേഷം 2-3 തവണയാണ് മക്കയിലേക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഓരോ തവണ മക്കയിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോഴും ഓരോ കാര്യങ്ങൾ പൂർത്തീകരിച്ചാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മടങ്ങുന്നത്. അപ്പോഴൊക്കെ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികളെ അവിടെ പാർപ്പിച്ചതിന് ശേഷം നടത്തിയ പ്രാർത്ഥനയല്ല, മറിച്ച് അവർ വലുതായതിന് ശേഷം. അതുകൊണ്ടാണല്ലോ ലിയുഖീമുസ്സലാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വലുതായി കഅബാലയം പടുത്തുയർത്തി. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് മക്കയിലേക്ക് വന്നിട്ടില്ല. ആ അവസാനത്തെ തിരിച്ചുപോക്കിൽ നടത്തിയ പ്രാർത്ഥനയാണ് എന്നും ഇബ്നു ജരീർ ഉത്തബരിയെ പോലെയുള്ള മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കുന്നതാണ്. എന്താണെങ്കിലും ശരി, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അത് പ്രാർത്ഥിക്കുകയും ഇൻദ ബൈത്തിക്കൽ മുഹറം എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെയാണ് ബൈത്തുൽ മുഹറം എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പിന്നീട് അദ്ദേഹം പറയുന്ന കാര്യം നമുക്കൊക്കെ വളരെ വലിയ പാഠമുള്ളൊരു കാര്യമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ലിയുഖീമുസ്സലാത്ത, അവർ നമസ്കാരം നിലനിർത്തുവാൻ വേണ്ടിയാണ് ബൈത്തുൽ മുഹറമിൻ്റെ അടുക്കൽ തന്നെ അവരെ താമസിപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് മാറി മറ്റേതെങ്കിലും താഴ്വാരങ്ങളിലേക്ക്, കൃഷിയുള്ള താഴ്വാരങ്ങളിലേക്ക് മാറാം. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ പള്ളിയുടെ അടുത്ത് തന്നെ താമസിപ്പിക്കുന്നത് അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്. നമുക്കറിയാം, നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ അമ്പിയാക്കൾക്കും നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ അല്ലെങ്കിൽ പോലും ഓരോ കാലഘട്ടത്തിലെയും അമ്പിയാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് ഖുർആനിൽ നിന്ന് നമുക്ക് വ്യക്തമായ സൂചന ലഭിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ആരാധനകളിലൊന്നാണ്. അത് പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിക്കപ്പെടുക എന്നുള്ളതും വളരെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം പടുത്തുയർത്തിയപ്പോൾ, മസ്ജിദുൽ ഹറാം പടുത്തുയർത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് കഅബാലയം നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞ സന്ദർഭത്തിൽ പറഞ്ഞത്, അൻ ത്വഹിറ ബൈതിയ ലിത്വാഇഫീന വല ആകിഫീന വറുക്കഇസ് സുജൂദ്. തവാഫ് ചെയ്യാൻ വേണ്ടി വരുന്നവർക്ക്, ഇഅ്തികാഫിരിക്കാൻ വരുന്നവർക്ക്, റുക്കൂഉം സുജൂദും ചെയ്ത് നമസ്കരിക്കാൻ വേണ്ടി വരുന്നവർക്കൊക്കെ ആ ഭവനത്തെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമസ്കാരവും സുജൂദും റുക്കൂഉം ഇഅ്തികാഫും എല്ലാം നിർവഹിക്കപ്പെടേണ്ടുന്ന സ്ഥലമാണ് മസ്ജിദുകൾ എന്നർത്ഥം. നാം ഒക്കെ വീടുകൾ വെക്കുമ്പോൾ പള്ളിയുടെ അടുത്തായി വീട് വെക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നതിലേക്കുള്ള വളരെ വ്യക്തമായ സൂചന ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാരണം പള്ളിയോടടുത്ത് നിൽക്കുമ്പോൾ നമസ്കാരം നിലനിർത്തുവാൻ അത് വളരെയധികം സഹായിക്കുന്നതാണ്. ജമാഅത്തിൽ പങ്കെടുക്കുവാൻ അത് വളരെയധികം സഹായിക്കുന്നതാണ്. ബാങ്ക് കേൾക്കുന്ന പരിധിയിൽ വീടുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഹൈറായ കാര്യമാണ്. ഇല്ല എങ്കിൽ പല നിലക്കുമുള്ള പ്രയാസങ്ങളുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പള്ളികൾക്കടുത്ത് വീടുകൾ നിർമ്മിക്കാൻ, നമ്മുടെ മക്കളൊക്കെ നമസ്കാരം നിലനിർത്തുന്ന മക്കളായി തീരാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വീണ്ടും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഫജ്അൽ അഫ്ഇദതം മിനന്നാസി, ജനങ്ങളുടെ, അഥവാ ഇവിടെയും ഫജ്അൽ അഫ്ഇദത്തന്നാസ് എന്ന് പറഞ്ഞില്ല, തഫ്സീറുകളിൽ അത് കാണാം. ജനങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞില്ല, മറിച്ച് അഫ്ഇദത്തൻ മിനന്നാസി, ജനങ്ങളിൽ നിന്ന് ചിലരുടെ ഹൃദയം എന്നാണ് പറഞ്ഞത്. എല്ലാവരെയും പറഞ്ഞില്ല. പണ്ഡിതന്മാർ പറയുന്നത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ
ഇബ്നു ജരീർ അത്തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ലൗ കാനത്ത് അഫ്ഇദത്തുൻ നാസ്, ജനങ്ങളുടെ ഹൃദയങ്ങൾ എന്ന് മിൻ ചേർക്കാതെ പറഞ്ഞിരുന്നെങ്കിൽ ലസ്ദഹമത്ത് അലൈഹി ഫാരിസ് വർ റൂം, പേർഷ്യക്കാരും റോമക്കാരും അഥവാ യഹൂദരും ക്രൈസ്തവരും എല്ലാവരും അവിടേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഉപയോഗിച്ച വാക്കുകൾ പോലും വളരെ സൂക്ഷ്മമായിരുന്നു. വലാകിന്നഹു അഫ്ഇദതം മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ചിലരുടെ ഹൃദയങ്ങൾ അഥവാ യഥാർത്ഥ വിശ്വാസികളുടെ മുസ്ലിമീങ്ങളുടെ ഹൃദയങ്ങൾ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടേക്ക് എല്ലാവരും വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ പിന്തുടർന്നവർ മാത്രമായിരുന്നു അതിൻ്റെ കൈകാര്യകർത്താക്കൾ. നമുക്കറിയാം, മക്കയിലെ മുശ്രിക്കുകൾ അവർ ശിർക്ക് ചെയ്തിരുന്നെങ്കിലും അവിടെ വിഗ്രഹാരാധന വരെ അവർ നടത്തിയെങ്കിലും അവർ ഇബ്രാഹിമി മില്ലത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് പ്രത്യേകം പറയുകയും യഹൂദരിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നും വേറിട്ട് നിൽക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കൈകളിലൂടെ മാത്രമാണ് അത് വന്നത്. പിന്നീട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചു. കഅബാലയത്തെ വിഗ്രഹങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ചു, ആ നാടിനെ ഷിർക്കിൽ നിന്ന് ശുദ്ധീകരിച്ചു. അതിനുശേഷം ഇന്നോളം മുസ്ലിമീങ്ങളാണ് യഥാർത്ഥത്തിൽ അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അള്ളാഹു ആ നിലക്ക് തന്നെ സ്വീകരിച്ചു. ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം, അവരിലേക്ക് ചായ്വ് കാണിക്കുന്നതായി. അവിടെ രണ്ട് നിലക്കും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു. അതിലൊന്ന്, അവരിലേക്ക് ചായ്വ് കാണിക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ ഹാജർ റളിയല്ലാഹു അൻഹയെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെയും, പിന്നീട് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവിടെ കുടുംബമുണ്ടാകും, ആ കുടുംബങ്ങളോട് ചായ്വ് കാണിക്കുന്ന രൂപത്തിൽ ജനങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണമേ. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ അവിടെ പാർപ്പിക്കുമ്പോൾ അവിടെ കൃഷിയില്ല, വെള്ളമില്ല, ജനങ്ങളിൽ ആരുമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ആളുകളുടെ സാന്നിധ്യം ആവശ്യമുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടു. ഹാജർ റളിയല്ലാഹു തആല അൻഹ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വെള്ളത്തിന് വേണ്ടി സഫയിലും മറവയിലും അവയ്ക്കിടയിലൂടെ ഓടി. അവസാനം സംസം വെള്ളം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ഉറവ് പൊട്ടിച്ചു, അത് പുറത്തേക്ക് വന്നു. അവരതിനെ അവിടെ ഹാജർ റളിയല്ലാഹു അൻഹ അവരെ തടഞ്ഞു വെച്ചു. അവിടെ വെള്ളമുണ്ടായി. ആ വെള്ളം കണ്ട് പക്ഷികൾ അവിടെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. യാത്രക്കാരായ ആളുകൾ ആ പക്ഷികളുടെ സാന്നിധ്യം കണ്ടപ്പോൾ വെള്ളമുള്ള സ്ഥലത്ത് കാണുന്ന പക്ഷികളാണല്ലോ എന്ന് അവർക്ക് മനസ്സിലായി. അവർ അനുഭവമുള്ളവരാണ്. അവർ അവിടേക്ക് വന്നു, ആ കുടുംബത്തെ കണ്ടു. അപ്പോൾ അത് അവർക്ക് അനുവദിക്കപ്പെട്ട സ്ഥലമാണ്, അല്ലെങ്കിൽ അവരുടെ ഏരിയയാണ് എന്നവർക്ക് മനസ്സിലായി. അവർ അതിക്രമിച്ച് കടന്നില്ല, മറിച്ച് അവരോട് അനുവാദം ചോദിച്ച് പരിസരങ്ങളിൽ അവർ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ മക്കയുടെ പരിസരങ്ങളിൽ ആളുകൾ താമസിച്ച് തുടങ്ങി. ഈ കഅബാലയത്തിൻ്റെയും സംസം വെള്ളത്തിൻ്റെയും ഒക്കെ പൂർണ്ണമായ ഉത്തരവാദിത്തവും അതിൻ്റെ അധികാരവുമൊക്കെ ഈ മഹാനായ പ്രവാചകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലും കുടുംബത്തിലും ഒതുങ്ങി നിന്നു. അത് അന്നു മുതൽ ഇന്നു വരെ അങ്ങനെ തന്നെയാണ് ഉള്ളത് എന്നതും നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്രകാരം അന്ന് ആ കുടുംബത്തിലേക്ക് ചായ്വ് കാണിച്ചു. അതാണ് അതിൻ്റെ ഒന്നാമത്തെ വിവക്ഷ. രണ്ടാമത്തത്, പിന്നീട് എപ്പോഴും ഹറമുകളിലേക്ക് പോകാൻ വിശ്വാസികളുടെ ഹൃദയം എപ്പോഴും താല്പര്യം കാണിക്കുന്നതും ഈ പ്രാർത്ഥനയുടെ ഒരു ഫലമാണ്. ഇടക്കിടക്ക് ഹജ്ജിന് പോകാൻ തോന്നുന്നത്, ഇടക്കിടക്ക് ഉംറക്ക് പോകാൻ തോന്നുന്നതൊക്കെ ഈ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് ഉംറ കഴിഞ്ഞ് ഒരല്പം കഴിയുമ്പോഴേക്ക് ഒന്നുകൂടി ഉംറ ചെയ്യാൻ പോകണം എന്ന് താല്പര്യമുണ്ടാവാനുള്ളൊരു കാരണം അതാണ് എന്നുകൂടി മനസ്സിലാകുന്നു. അല്ലാഹു ആലം. ശേഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, വറുസുഖുഹും മിനസ് സമറാത്ത്, വറുസുഖുഹും മിനസ് സമറാത്ത്, അള്ളാഹുവേ നീ അവർക്ക് പഴവർഗ്ഗങ്ങളിൽ നിന്ന്, കായ്കനികളിൽ നിന്ന്, അതേപോലെ തന്നെയുള്ള കാർഷിക വിഭവങ്ങളിൽ നിന്ന് അവർക്ക് നൽകണമേ. അവിടെ കൃഷിയില്ല, പക്ഷേ നീ നൽകണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അവിടെ കൃഷിയില്ലെങ്കിൽ പോലും പിന്നീട് സംഭവിച്ചത് മക്കയുടെ പരിസരങ്ങളിലൊക്കെ തോട്ടങ്ങളുണ്ട്, അൽഹംദുലില്ലാ. അതിനു പുറമെ മക്കയിൽ ഈത്തപ്പനയും അതേപോലെയുള്ള നമുക്കറിയാം മരുഭൂമിയിൽ ഉണ്ടാകാവുന്ന ഫ്രൂട്ട്സുകൾ എത്രമാത്രമാണ് എന്ന്. ഈത്തപ്പനയാണ് പ്രധാനമായും. അതല്ലാത്ത ഫ്രൂട്ട്സുകളൊന്നും അവിടെ ഉണ്ടാവാനുള്ള സാധ്യതകളില്ല. പക്ഷേ നമുക്ക് അറിയാം, അതിനുശേഷം പിന്നീട് അവിടേക്ക് യാത്രക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഇന്നും അത് തുടരുന്നു. എല്ലാ നാടുകളിലുമുള്ള വ്യത്യസ്ത തരം ഫ്രൂട്ട്സുകൾ ഇന്ന് മക്കയിൽ അവൈലബിളാണ് എന്ന് നമുക്കറിയാം. അതും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ റിസ്ക് നൽകുന്ന അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. അതിൻ്റെ ഭാഗമാണ് തൗഹീദ്.
അള്ളാഹുവിനെ മാത്രം ആരാധിക്കലും അവനോട് മാത്രം പ്രാർത്ഥിക്കലും. കാരണം എല്ലാ അർത്ഥത്തിലും ഉപജീവനം നൽകുന്നതും അതിൽ വിശാലത നൽകുന്നതും ബറക്കത്ത് നൽകുന്നതുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഗംഭീരമായ ഈ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇന്ന് മക്കയിൽ കാണുന്നതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ ഓരോ ഭാഗങ്ങളും അൽഹംദുലില്ലാ നാം വിശദീകരിക്കുകയുണ്ടായി. അതിനുശേഷം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ദുആ ചെയ്യുകയാണ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക തഅലമു, തീർച്ചയായും നീ അറിയുന്നു. അലിമ യഅലമു എന്ന് പറഞ്ഞാൽ അറിയുക. ഇന്നക തഅലമു, അല്ലാഹുവേ നീ അറിയുന്നു. മാ നുഖ്ഫി, ഞങ്ങൾ രഹസ്യമാക്കുന്നത്. അഖ്ഫ യുഖ്ഫി ഇഖ്ഫാഅൻ, ഞങ്ങൾ രഹസ്യമാക്കുന്നത്, മറച്ചു വെക്കുന്നത്, ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് റബ്ബേ നീ അറിയുന്നുണ്ട്. വമാ നുഅ്ലിനു, ഞങ്ങൾ പരസ്യപ്പെടുത്തുന്നതും. അലന യുഅ്ലിനു, ഇഅ്ലാൻ എന്ന് പറഞ്ഞാൽ പരസ്യപ്പെടുത്തുക. വമാ നുഅ്ലിൻ, ഞങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹുവേ നീ അറിയുന്നുണ്ട്. വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ, വമാ യഖ്ഫാ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ ഗോപ്യമാവുകയില്ല. ഖഫിയ യഖ്ഫാ ഖഫാഅൻ വ ഖുഫിയത്തൻ എന്ന് പറഞ്ഞാൽ ഗോപ്യമാകുക, രഹസ്യമാവുക, മറഞ്ഞു നിൽക്കുക. വമാ യഖ്ഫാ അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ മറഞ്ഞു നിൽക്കുകയില്ല. മിൻ ഷൈഇൻ, ഒന്നിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവും എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ അള്ളാഹു കാണാതിരിക്കുകയില്ല, അള്ളാഹു അറിയാതിരിക്കുകയില്ല, അള്ളാഹുവിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയില്ല. എവിടെയുള്ള ഫിൽ അർദി, അത് ഭൂമിയിലുള്ളതാകട്ടെ, വലാ ഫിസ്സമാ, ഈ വിശാലമായ ആകാശലോകങ്ങളിൽ. അപ്പോൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അള്ളാഹുവിൽ നിന്ന് ഒന്നും മറഞ്ഞു നിൽക്കുന്നില്ല. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അദൃശ്യം അത് റഹ്മാനായ റബ്ബിനറിയാം. അത് നമുക്കാണ് അദൃശ്യം, അള്ളാഹുവിന് അത് അദൃശ്യമല്ല. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, ഗൈബിൻ്റെ താക്കോലുകൾ, അദൃശ്യത്തിൻ്റെ താക്കോലുകൾ റബ്ബിൻ്റെ കൈകളിലാണ്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹു അറിയുന്നു. അദൃശ്യം അള്ളാഹു അല്ലാതെ മറ്റാരും അറിയുന്നില്ല. അപ്പോൾ അള്ളാഹുവിൽ അദൃശ്യമായി നിൽക്കുന്ന, മറഞ്ഞു നിൽക്കുന്ന ഒന്നും ആകാശലോകങ്ങളിലോ ഭൂമിയിലോ ഇല്ല. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയുന്നത്. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? നമുക്കറിയാം, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ ദുആകളിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ അവസ്ഥകൾ എടുത്തു പറയൽ തവസ്സുലാണ്. അതേപോലെ നമ്മുടെ ഈമാനും നമ്മുടെ ഇഖ്ലാസും എടുത്തു പറയൽ വളരെ വലിയൊരു വസീലയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാനിലെ അവസാന ഭാഗത്തൊക്കെ നമുക്കത് കാണാം. ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ഈമാൻ എടുത്തു പറയുന്നുണ്ട്. റബ്ബന ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബി റബ്ബിക്കും ഫആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു റബ്ബേ. അങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ ഇസ്ലാമിനെ ഷഹാദ ചൊല്ലുന്നു, അത് റബ്ബേ നീ അറിയുന്നുവല്ലോ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകൾ കാണാം. എന്തിനാണത്? നമ്മുടെ മനസ്സിലെ ഇഖ്ലാസ് നമ്മൾ റഹ്മാനായ റബ്ബിനോട് പറയുകയാണ്. റബ്ബിനറിയാം, എന്നാലും നമ്മുടെ ഈമാൻ, നമ്മുടെ ഇഖ്ലാസ്, നമ്മുടെ തഖ്വ അത് റബ്ബിനോട് എടുത്തു പറയാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രമല്ല, സത്യസന്ധമായി അങ്ങനെ നമ്മുടെ ഇഖ്ലാസ് പറയാൻ ഒരാൾക്ക് കഴിയുന്നത് അത് വളരെ വലിയൊരു കാര്യമാണ്. അത് സത്യസന്ധരായ ആളുകൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ. കാരണം നമ്മൾ ആരോടാണ് പറയുന്നത്? അള്ളാഹുവിനോടാണ് നമ്മുടെ തഖ്വയെക്കുറിച്ച് പറയുന്നത്. ജനങ്ങളോടാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിലുള്ളത് അറിയാൻ സാധാരണക്കാർക്ക് കഴിയില്ല, മനുഷ്യർക്ക് കഴിയില്ല, ജനങ്ങൾക്ക് കഴിയില്ല നമ്മുടെ ഹൃദയത്തിലുള്ളത് അറിയാൻ. പ്രവാചകന്മാർക്ക് പോലും ഒരാളുടെ ഹൃദയത്തിൽ എന്താണ് എന്ന് പറയാൻ കഴിയില്ല. അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ അള്ളാഹുവിനാകട്ടെ നമ്മുടെ ഹൃദയത്തിലുള്ളത് വളരെ വ്യക്തമായി അറിയാം. ആ റബ്ബിനോട് നമുക്ക് നമ്മുടെ ആത്മാർത്ഥതയെക്കുറിച്ച്, തഖ്വയെക്കുറിച്ച് നമുക്ക് കളവ് പറയാൻ സാധ്യമല്ല. റബ്ബ് എല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് അയാളുടെ സത്യസന്ധതയെക്കുറിച്ച് റബ്ബിനോട് പറയാൻ കഴിയുന്നു എന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഗുഹയിൽ അകപ്പെട്ടു പോയ 3 ആളുകൾ അവർ ഇഖ്ലാസോടുകൂടി ചെയ്ത പ്രവർത്തനം എടുത്തു പറഞ്ഞു. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, റബ്ബേ നീ അറിയുന്നുവെങ്കിൽ, ഞങ്ങളത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്തത് എന്ന് നീ അറിയുന്നുവെങ്കിൽ നീ ഈ ഗുഹയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. അങ്ങനെയാണ് ഓരോരുത്തരും പ്രാർത്ഥിച്ചപ്പോൾ കല്ല് നീങ്ങി. അതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ മനസ്സിലുള്ള ആ ഇഖ്ലാസ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു എന്നുള്ളതാണ്. ഇതേപോലെ നമ്മുടെ ഇഖ്ലാസ്, ആത്മാർത്ഥത അത് റബ്ബിനെ കാണിക്കാൻ വേണ്ടിയാകുമ്പോൾ അതിൽ കലർപ്പുണ്ടാവില്ല, അതിലൊരു നിലക്കും കലർപ്പുണ്ടാവില്ല. ഇഖ്ലാസും തഖ്വയും നമുക്ക് പറയാൻ പറ്റും, മറ്റൊരാളോട് നമ്മുടെ ആത്മാർത്ഥതയെക്കുറിച്ച് പറയാൻ പറ്റും. പക്ഷേ അത് ഹൃദയത്തിൽ അങ്ങനെ തന്നെയാണോ എന്നുള്ളത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ പ്രാർത്ഥനകളിൽ നമ്മുടെ ഇഖ്ലാസും തഖ്വയും, നമ്മുടെ അമലു സാലിഹാത്തുകളൊക്കെ റബ്ബിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ചെയ്തതൊക്കെ എടുത്തു പറയാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ദുആ ചെയ്യുന്ന ആളുകൾ അത്തരം പ്രവർത്തനങ്ങൾ അവർക്ക് ഓർമ്മയുള്ളതൊക്കെ എടുത്ത് പറയുകയും വേണം. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഇതൊരു വലിയ വസീലയാണ്, ഒരു തവസ്സുലാണ്. ഇബ്രാഹിം നബിയുടെ ദുആയിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, അല്ലാഹുവേ
ഞങ്ങൾ ദുആ ചെയ്തു, കാബാലയം പടുത്തുയർത്തി ആ പ്രവർത്തനം സ്വീകരിക്കണമെന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. അതേപോലെ തന്നെ വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമസ്കാരം നിലനിർത്തുന്ന കാര്യത്തിൽ ആ നാടിന് നിർഭയത്വമുണ്ടാകണമെന്ന വിഷയം ദുആ ചെയ്തത്. ഇതൊന്നും തന്നെ ഹൃദയത്തിൽ തട്ടാത്ത ദുആ അല്ല റബ്ബേ, എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ ദുആ ആണ്. കാരണം എൻ്റെ ഹൃദയത്തിലുള്ളതും ഞങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും റബ്ബേ നീ അറിയുന്നുണ്ടല്ലോ. ഇതാണ് ഈ ആയത്തിൻ്റെ പശ്ചാത്തലമെന്ന് ഉലമാക്കൾ പറയുന്നു. ഇബ്നു ജരീർ ഉത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും മുഴുവൻ പ്രാർത്ഥനകളും അള്ളാഹുവിൻ്റെ മുന്നിൽ അതിലുള്ള ഇഖ്ലാസ് റബ്ബിനോട് എടുത്തു പറയുകയാണ്. അള്ളാഹുവിനറിയാം, എന്നാലും അദ്ദേഹം എടുത്തു പറയാണ്, റബ്ബേ നിനക്കറിയാം, അതുകൊണ്ട് തന്നെ നിൻ്റെ പ്രീതിയും പൊരുത്തവും അല്ലാതെ ഒന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങളുടെ പ്രാർത്ഥനകളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും. അതാണ് ഈ പറയുന്നത്. നമ്മളും നമ്മുടെ ദുആകളിൽ ഈ നിലക്ക് പറയാൻ ശ്രമിക്കണം. അങ്ങനെ പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഹൃദയവിശുദ്ധി നമുക്കൊക്കെ ഉണ്ടാവുകയും വേണം. റബ്ബന ഇന്നക തഅലമു മാ നുഖ്ഫി വമാ നുഅ്ലിനു വമാ യഖ്ഫാ അലല്ലാഹി മിൻ ഷൈഇൻ ഫിൽ അർദി വലാ ഫിസ് സമാ. ആകാശങ്ങളിലും ഭൂമിയിൽ നിന്നും അള്ളാഹുവിൽ നിന്നും മറഞ്ഞു നിൽക്കുന്ന ഒന്നുമില്ല, എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. എല്ലാവരുടെയും ഹൃദയത്തിലുള്ളതും അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുആകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥത വേണം. അങ്ങനെയുള്ളവരുടെ ദുആ പ്രത്യേകം സ്വീകരിക്കപ്പെടുമെന്ന് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ശേഷം അദ്ദേഹം വീണ്ടും പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്, അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അല്ലദീ, അവൻ, വഹബലി, എനിക്ക് നൽകിയിരിക്കുന്നു. വഹബ യഹബു വഹബൻ വഹബൻ വഹിബത്തൻ എന്നൊക്കെ പറഞ്ഞാൽ നൽകുക, സമ്മാനമായി നൽകുന്നതിനാണ്. അത് പ്രത്യേകിച്ചും യാതൊരു പ്രത്യുപകാരവും സ്വീകരിക്കാതെ ഒരാൾക്ക് സമ്മാനമായി നൽകുന്നതിനാണ് ഭാഷയിൽ ആ വേർഡ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതെല്ലാം തന്നെ റഹ്മാനായ റബ്ബിൻ്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ്. പ്രത്യേകിച്ചും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ വേർഡ് ഉപയോഗിക്കാനുള്ള കാരണം, വാർദ്ധക്യമെത്തിയ ഒരാൾക്ക് അള്ളാഹു പൊതുവെ ഖദറാക്കിയത് പ്രകാരം സന്താനങ്ങൾ ഉണ്ടാവുകയില്ല. പക്ഷേ ഇവിടെ അള്ളാഹു അത് നൽകി. അതുകൊണ്ടാണ് വഹബ എന്ന വേർഡ് ഉപയോഗിച്ചത്. വഹബലി, എനിക്ക് നൽകിയിരിക്കുന്നു, ആലൽ കിബരി, ഈ വാർദ്ധക്യാവസ്ഥയിലും എന്തൊക്കെ നൽകി? ഇസ്മാഈല വ ഇസ്ഹാഖ്, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയെയും നൽകി, ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയെയും നൽകി. ഹാജറിലൂടെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നീട് സാറയും ഗർഭിണിയായി, അവർക്കും കുട്ടിയുണ്ടായി. അങ്ങനെ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ് ലസമീഉദ് ദുആ, അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാകുന്നു. നോക്കൂ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ യഖീന്, വാർദ്ധക്യത്തിലാണ്, അതുവരെ ദുആ ചെയ്തു. ചില തഫ്സീറിൽ കാണാം 120 വർഷം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു എന്നാണ്. 120 വർഷം. എന്നാൽ ചില ആളുകൾ ഒരു ദിവസം ദുആ ചെയ്യുമ്പോഴേക്ക് വൈകുന്നേരം ആകുമ്പോഴേക്ക് അവർക്ക് മറുപടി കിട്ടണം, ഇജാബത്ത് കിട്ടണം, ഇല്ലെങ്കിൽ അവർ നിരാശപ്പെടുകയാണ്. വേറെ ചില ആളുകൾ ഒരാഴ്ച, ഒരു മാസം, ചിലർ ഒരു വർഷം, ചിലർ കുറഞ്ഞ വർഷങ്ങൾ, പിന്നെ അക്ഷമരാകുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം 120ഓളം വർഷം കാത്തുനിന്നു എന്നാണ് ഒരു സന്താനത്തെ ലഭിക്കാൻ. എന്നിട്ടും അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഒട്ടും നിരാശയില്ലാതെയായിരുന്നു ദുആ. അതുകൊണ്ടാണ് ഇന്ന റബ്ബി, നിശ്ചയം എൻ്റെ റബ്ബ് ലസമീഉദ് ദുആ, അവൻ പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഉദ്ഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന യഖീനോടുകൂടി വേണം ദുആ ചെയ്യാൻ. അള്ളാഹു പ്രാർത്ഥന കേൾക്കുന്നവനും ഉത്തരം നൽകുന്നവനുമാണ് എന്ന കൃത്യമായ ധാരണയോടുകൂടി വേണം ദുആ ചെയ്യുവാൻ. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അസ്മാഉം സിഫാത്തുമാണ് ഇവിടെ എടുത്തു പറയുന്നത്. സമീ എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു, അത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്. സമീഉദ് ദുആ, പ്രാർത്ഥന കേൾക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സിഫത്തുമാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ പേരും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അടിമകളോടുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യവുമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. മാത്രമല്ല, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഹംദ് കൊണ്ട് തുടങ്ങണം, അല്ലെങ്കിൽ അതിൽ ഹംദ് ഉണ്ടാവണം, അത് കൂടുതൽ സ്വീകരിക്കപ്പെടും. അള്ളാഹുവിനെ സ്തുതിക്കാതെ ഡയറക്റ്റ് ദുആയിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ദുആകൾക്കിടയിൽ എവിടെയെങ്കിലും ഹംദ് ചെല്ലാതിരിക്കുന്നതോ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിനെ ബാധിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതിലും നമുക്ക് മാതൃകയാവുകയാണ്. അങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും
അവൻ്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടും അവൻ്റെ അസ്മാഉ സിഫാത്തുകൾ പറഞ്ഞുകൊണ്ടും തൻ്റെ അവസ്ഥകളും ഇഖ്ലാസും എടുത്തു പറഞ്ഞുകൊണ്ടുമൊക്കെയുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആയിൽ നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. ഇൻഷാ അള്ളാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ഖുർആൻ പഠനത്തിൻ്റെ ഖൈറും ബറക്കത്തും നമ്മിലും നമ്മുടെ കുടുംബത്തിലും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു നമുക്ക് പുറത്തു തരികയും നരകാഗ്നിയിൽ നിന്ന് അല്ലാഹു നാം ഏവരെയും കാത്തുരക്ഷിക്കുകയും സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിലും ഈ നാട്ടിലും എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും അല്ലാഹു നിർഭയത്വവും സമാധാനവും നൽകട്ടെ. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന കുഴപ്പമുണ്ടാക്കുന്ന ആളുകളുടെ ഷർറുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.